ഹായ്, മൈസെൽഫ് അമൽ. My name is Akshay. അപ്പോൾ നമ്മുടെ ജൂൺ 24 CMA ഇന്റർ ആൻഡ് ഫൈനൽ റിസൾട്ട് ഒക്കെ ഔട്ടായല്ലേ? അതെ, ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ഓഗസ്റ്റ് 23 23 അപ്പോൾ അതിൽ ഒരുപാട് പേര് പാസ്സായല്ലേ ജൂൺ 24 അറ്റംപ്റ്റിൽ? അതെ, ഈ ട്രിപ്പിളൈയുടെ ഭാഗത്തുനിന്ന് ഒത്തിരി റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആയാലും സിംഗിൾ ആയാലും ഒത്തിരി പേര് പാസ്സായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം കുറച്ച് പേരെങ്കിലും ഫെയിൽ ആയി പോയ കുറച്ച് പേരെങ്കിലും ഉണ്ടാവും അല്ലേ? അതെ, കുറച്ച് മാർക്സിനൊക്കെ ഫെയിൽ ആയി പോയവരുണ്ടാവും. പിന്നെ ഒരു ഗ്രൂപ്പ് ക്വാളിഫൈഡിന് അടുത്ത ഗ്രൂപ്പ് എഴുതുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും അല്ലേ? ജൂണിൽ ഫസ്റ്റ് ഗ്രൂപ്പോ സെക്കൻഡ് ഗ്രൂപ്പോ അറ്റംപ്റ്റ് ചെയ്തവർ അടുത്ത ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഡിസംബറിൽ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഈ ഫെയിൽ ആയവരെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഡെസ്പായിട്ട് ഇരുത്താൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പം അവർക്ക് വേണ്ടി നമ്മളൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ആക്കിയിട്ടുണ്ടല്ലേ? ഓൾറെഡി അതിനെപ്പറ്റി ഒരുപാട് പേര് അറിഞ്ഞു കാണും. ഇനി ഒരുപാട് പേര് പറഞ്ഞ് അതുപോലെ തന്നെ അപ്പൊ നമുക്ക് എന്താണ് ഈ സ്റ്റഡി പ്ലാൻ എന്ന് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടേ? അതെ, ഓക്കെ. അപ്പം നമ്മളൊരു സ്റ്റഡി പ്ലാൻ, അതായത് ഡിസംബർ 24 അറ്റംപ്റ്റിൽ CMA ഇന്റർമീഡിയറ്റ് എക്സാം എഴുതുന്ന സ്റ്റുഡൻസിന് വേണ്ടി നമ്മളൊരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ പേരാണ് വജ്ര ബാച്ച് അല്ലെ? അപ്പം നമ്മളിത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ നമുക്കൊരു പ്ലാൻ അങ്ങ് സെറ്റ് ആക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഒരു പ്ലാൻ അങ്ങനെ സെറ്റ് ആക്കാൻ പറ്റില്ല. ഒത്തിരി കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം ഒരു പ്ലാൻ. അപ്പം ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ സ്റ്റുഡൻസിന് വേണ്ടി സെറ്റ് ആക്കിയിരിക്കുന്നത് അല്ലേ? മെറ്റീരിയൽ വെയിറ്റേജും പ്രീവിയസ് ഇയർ ട്രെൻഡ് അനാലിസിസ് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരുപാട് പേരുടെ ഒരു ഹാർഡ് വർക്ക് ഉണ്ട് അല്ലേ? ഒരുപാട് നാളായിട്ടുള്ള ഹാർഡ് വർക്ക് ഉണ്ട് അല്ലേ? നമ്മുടെ മെന്റേഴ്സിന്റെ ആണെങ്കിൽ പോലും ഇഷ്ടം പോലെ ആൾക്കാരുടെ ഹാർഡ് വർക്ക് ഇതിൽ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കാം. അതെ, ഓക്കെ. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പ്ലാൻ സ്റ്റാർട്ട് ആവുന്നത് സെപ്റ്റംബർ 9th ആണ്. എത്ര നാൾ ഈ പ്ലാൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും? എപ്പോഴാണ് നമ്മുടെ എക്സാം തീരുന്നത്, ഡിസംബർ എക്സാം തീരുന്നത്, അന്ന് വരെ നമ്മൾ ഈ പ്ലാൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്ന് നമ്മളൊന്ന് പറയണ്ടേ? ഓക്കെ, നമ്മ മെയിൻലി ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, എങ്ങനെ തുടങ്ങണമെന്നൊരു ഐഡിയ കിട്ടാത്ത കുറെ പേരുണ്ടാവും. എല്ലാം അറിയാം, ബട്ട് എങ്ങനെ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉള്ളവർക്കായിട്ട് മെയിൻലി നമ്മൾ ഫസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു റിവിഷൻ ക്ലാസ് ആണ്. ആരാണ് റിവിഷൻ ക്ലാസ് നമുക്ക് കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? അത് നമ്മുടെ ഫാക്കൽറ്റി, നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് തന്നെയാണ് നമുക്ക് ഈ റിവിഷൻ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അവര് ഓരോ ഏരിയയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ആ ഓരോ വീക്കിലും ആ രീതിയിൽ നമ്മൾ പഠിച്ചു. നമ്മുടെ റിവിഷൻ പ്ലാനിലേക്ക് നമുക്ക് ഒരു അടിപൊളി എൻട്രി ആയിരിക്കുമല്ലോ കിട്ടുന്നത്. അപ്പോൾ അതെ, ഫാക്കൽറ്റീസിന്റെ ഒരു അടിപൊളി എൻട്രി കിട്ടും. എന്നിട്ട് നമ്മൾ ആ ഏരിയാസ് ഒരു വീക്ക് കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ തന്നെ FAല് ചാപ്റ്റർ 1 വെച്ചാണ്. ചാപ്റ്റർ 1 ആൻഡ് AS അല്ലേ? ഓക്കെ, ഒത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ചാപ്റ്റർ 1 എന്ന് പറയുന്നത്, ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടിങ്. അത് നമുക്ക് പ്രീവിയസ് ഇയർ ട്രെൻഡ് എടുത്താൽ തന്നെ നമുക്ക് കാണാം. ഇതാ ഒരു 3 എക്സാം തന്നെ നോക്കിയാൽ മതി അല്ലെ? നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതെ, ഈ കഴിഞ്ഞ ജൂൺ 24 ചോദിച്ചിരിക്കുന്നത് 29 മാർക്സിനാണ്. നമ്മുടെ ടെക്സ്റ്റിൽ ആക്ച്വലി 15% പറയുന്നത്, പക്ഷേ അവര് 29 മാർക്സിന് ചോദിച്ചിട്ടുണ്ടല്ലേ? അതെ, അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഒരു MCQs ഡിസംബർ 23 27 മാർക്ക് ചോദിച്ചിട്ടുണ്ടല്ലേ? അതെ, അതുപോലെ തന്നെ ജൂൺ 23 നോക്കുമ്പോൾ തന്നെ കാണാം 55 മാർക്സ്. ജസ്റ്റ് ഒരു 5 മാർക്ക് കൂടെ നമുക്ക് എക്സംഷൻ ആയല്ലേ? അതെ, ആ ഒരു ഒറ്റ മൊഡ്യൂളിൽ നിന്ന് വരുന്ന ഏരിയാസ് ആണ് ഇത്. അതുപോലെ തന്നെ ASC ന്നും വളരെ നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. AS ഒക്കെ നമുക്ക് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ? അത് AS ആയാലും അതുപോലെ തന്നെ നമ്മുടെ മൊഡ്യൂൾ 1 ആയാലും ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഡിപ്രിസിയേഷൻ, നമ്മുടെ അതുപോലെ തന്നെ ജേണല്, ലെഡ്ജർ, BRS, ട്രയൽ ബാലൻസ്, BRS, ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പെട്ടെന്ന് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്, സിമ്പിൾ ആയിട്ട് ക്യാച്ച് ചെയ്യാൻ, സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഏരിയ. അത് വെച്ചാൽ നമ്മുടെ പ്ലാൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം അല്ലേ? അതെ, അത് വെച്ചാണ് നമ്മൾ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാപ്റ്റർ 1 അതുപോലെ തന്നെ AS വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ വീക്കിൽ തന്നെ നമുക്ക് കോസ്റ്റിംഗും വരുന്നുണ്ടല്ലേ? അതെ, കോസ്റ്റിംഗ് കാര്യങ്ങളും വരുന്നുണ്ട്. അങ്ങനെ ഓരോ വീക്ക് കഴിയുന്തോറും നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു വീക്കിലെ ടെസ്റ്റ് സീരീസ് കാര്യങ്ങൾ ഓൾമോസ്റ്റ് എത്ര ടെസ്റ്റ് സീരീസ് കാര്യങ്ങളുണ്ടാവും? നമുക്ക് ഏകദേശം ഒരു 20ഓളം ടെസ്റ്റ് സീരീസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, 20ഓളം ടെസ്റ്റ് സീരീസിന് ശേഷം തന്നെ ഫുൾ ടോപ്പിക് നമ്മൾ, അതായത് എൻ്റയർ പ്ലാൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ സബ്ജക്റ്റിനും ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു എക്സാംസോ എല്ലാ സബ്ജക്റ്റും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടല്ലേ? അതെ, ഓരോ ടെസ്റ്റ് സീരീസ് കഴിയുന്നതോടൊപ്പം എന്താ ഒരു ഫുൾ എക്സാം കൂടി എഴുതുന്നതോടെ എക്സാംസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, പക്ഷെ അത് നമുക്ക് ആ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ ഒരു സ്പേസ് വേണ്ടേ? അതെവിടെയാണ് നമ്മുടെ ആ സ്പേസ് എന്ന് പറയുന്നതാണ് നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു കാര്യം വെറുതെ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അതിൽ ഒത്തിരി കാര്യങ്ങൾ എക്സാം എഴുതുന്നതുകൊണ്ട് CMA പോലെ ഒരു എക്സാമിന് നമ്മൾ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പ്രസന്റേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ടൈം മാനേജ്മെന്റ്. ഓക്കെ, നമ്മൾ ഈ കാര്യങ്ങൾ എങ്ങനെ പഠിച്ചു, എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു, ബട്ട് എക്സാം ഹാളിൽ നമുക്ക് അതിന് എഴുതാൻ ടൈം കിട്ടിയില്ലെങ്കിൽ പഠിച്ചതെല്ലാം വെറുതെ ആയി പോകും. അപ്പൊ എക്സാംസിന് എത്രമാത്രം നമ്മൾ പ്രസന്റ് ചെയ്യാനും കൂടെ പഠിക്കണം, എന്നാലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ എങ്ങനെ എക്സാം പ്രസന്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും, അതിനുശേഷം വീഡിയോ സെഷൻസ്, മെന്ററിംഗിന്റെ അതായത് മെന്റേഴ്സ്, നമ്മുടെ മെന്റേഴ്സ് തന്നെ
ആ ക്വസ്റ്റ്യൻ ഫുൾ സൊല്യൂഷൻ അടങ്ങുന്ന വീഡിയോസ് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യും അല്ലേ, അപ്ലോഡ് ചെയ്യും. എന്നിട്ട് അത് നോക്കിയിട്ട് എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യനും ആൻസർ പ്രസന്റ് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ മെന്റേഴ്സിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അവര് ഓരോ ഡൗട്ട്സും കുഞ്ഞു ഡൗട്ട്സ് ആണ്, ചെറിയ ചെറിയ ഡൗട്ടുകളാണെങ്കിൽ പോലും അവർ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ മെന്റേഴ്സ് അതിന് എപ്പോഴും സജ്ജരായിട്ടുണ്ടാവും അല്ലേ, എക്സാം തീരുന്നവരെ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ മെയിൻ ടോപ്പിക് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും അല്ലേ, ഒത്തിരി ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾക്ക് അതായത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും MTP ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അപ്പൊ നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെ, ഓരോ വീക്കിൽ ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടതനുസരിച്ച് ആ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് അതും എങ്ങനെയാണ് ഓരോ മൊഡ്യൂളിലും ഓരോ ടോപ്പിക്കിനകത്ത് സെഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും ഇത് ഇന്ന പാർട്ടി എന്നുള്ളതാണ്, അതുകൊണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് വേഗം തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതെ, ഓരോ കൺസെപ്റ്റ്സ് കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ അതിന് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻസ് ചെയ്യാം. അങ്ങനെ അവർക്ക് ഓരോ കൺസെപ്റ്റ് പഠിച്ചാൽ മാത്രം പോരാ, അതിനെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഫുൾ ക്ലാരിറ്റി കിട്ടും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടല്ലേ. പ്രീവിയസ് ഇയറിന്റെ റെലവൻസ് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അതിന്റെ. കാരണം നമ്മൾ ഓൾറെഡി പ്രീവിയസ് ഇയർ നടന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ജസ്റ്റ് എമൗണ്ടിൽ മാത്രം വ്യത്യാസത്തിൽ നമ്മൾ എഴുതിയ എക്സാമിന് വന്നിട്ടുണ്ടല്ലേ. അതെ, അതുപോലെ തന്നെ നമ്മുടെ പാറ്റേൺ ആയാലും എക്സാം പാറ്റേൺ തന്നെയാണ് ഏകദേശം അവർ ഫോളോ ചെയ്തത്. അതുപോലെ MCQ ആണെങ്കിലും ഇപ്പൊ 2 മാർക്ക് ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് വളരെ ബെനിഫിറ്റ് ആണല്ലോ, പെട്ടെന്ന് 30 മാർക്കിലോട്ട് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരു 30 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ടൈമും അധികം ടൈം വേണ്ട. അതിന് നമ്മൾ നടത്തുന്ന എക്സാംസ് മാക്സിമം അറ്റൻഡ് ചെയ്യണം അല്ലേ. അതെ, നമ്മളും MCQs നമ്മുടെ എക്സാംസിലായാലും അതുപോലെ തന്നെ MCQs കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പം നമ്മള് സ്റ്റുഡൻസിന് വേണ്ടി കട്ട വെയിറ്റിംഗ് അല്ലേ നമ്മുടെ എല്ലാവിധ സപ്പോർട്ടുകളുമായിട്ട്. സ്റ്റുഡൻസിന് വേണ്ടി ഒത്തിരി വെയിറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി കുറെ പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒത്തിരി പേര് വരും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അത് ട്രിപ്പിൾ ഐ സ്റ്റുഡൻസ് ആയാലും അതുപോലെ തന്നെ നോൺ ട്രിപ്പിൾ ഐ ആയാലും എല്ലാവർക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ജൂണിലേക്ക് അപേക്ഷിച്ച് ഡിസംബറിലേക്ക് വളരെ കൂടുതൽ പാസ് പെർസെന്റേജ് ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അത് ഉണ്ടാവും. ഈ പ്ലാൻ അതേപടി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഉറപ്പായിട്ടും ഒത്തിരി പാസ് പെർസെന്റേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒത്തിരി പേര് പാസ്സാവുന്ന നമുക്ക് വിശ്വാസമുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവിധ സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക, ലേറ്റ് ആക്കണ്ട. കാരണം ഒരുപാട് പേര് ഇപ്പോൾ ഓൾറെഡി ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ ജോയിൻ ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അതുവരെ ബൈ.